ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. ഇന്ന് വൺസിൻ്റെ ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻ ആൻസർ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഷുവർ ഷോട്ട് എക്സാം സീരീസിൽ എന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാനുഫാക്ചറിങ് പ്രോസസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിൻ്റെ ആൻസേഴ്സുമാണ്. അപ്പോൾ ഒരാളെ സംബന്ധിച്ച്, ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഈ ഒരു ത്രൂ ഔട്ട് ഈ ഒരു QA സെഷൻ ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് പാസ്സാവാനുള്ളൊരു മാർക്ക് അല്ലെങ്കിൽ ഒരു പാസ് മാർക്ക് ലഭിക്കാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സെഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മാത്രമല്ല ഇതൊരു പുതിയ സ്കീമാണ്. ഇപ്പോൾ ഈ സിലബസ് വന്നിട്ട് ഫസ്റ്റ് എക്സാമാണ്. അപ്പോൾ സ്റ്റുഡൻസിനൊക്കെ ഡൗട്ട്സ് ഉണ്ടാവും, എങ്ങനെയായിരിക്കും ആൻസർ ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കും ഈ ക്വസ്റ്റ്യൻ പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ റെഫർ ചെയ്ത് നിങ്ങൾക്ക് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സെഷനാണ് ഈ ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ. അപ്പോൾ ഇതിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനും ആൻസേഴ്സും നമുക്ക് നോക്കാം. ഓക്കെ, അതിനു മുമ്പായിട്ട് നമുക്ക് എക്സാമിന് ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ പാർട്ട് ബിയിൽ ഒരു ലോങ് ആൻസർ ക്വസ്റ്റ്യൻ ഓർ പ്രോബ്ലം ആയിട്ടായിരിക്കും നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ പാർട്ട് എ ഉണ്ടാവും, അതുപോലെ തന്നെ പാർട്ട് ബി ഉണ്ടാവും. അങ്ങനെ രണ്ട് പാർട്ടായിരിക്കും നമുക്ക് എക്സാമിനുള്ളത്. ഓക്കെ, പാർട്ട് എ എന്ന് പറയുമ്പോഴത്തേക്കും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓൾമോസ്റ്റ് ഒരു 8 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒരു മൊഡ്യൂളിൽ നിന്ന് ഒരു 2 ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഒരു 8 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനൊരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ബാക്കിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോങ് ആൻസർ ക്വസ്റ്റ്യൻ ആയിരിക്കും. ബാക്കി 4 മൊഡ്യൂളിൽ നിന്നും പാർട്ട് ബിയിൽ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസും നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്തിരിക്കുക. ഓൾമോസ്റ്റ് ചെറുതായിട്ട് എഴുതാൻ പറ്റുന്നതിന് ചെറുതായിട്ട് എഴുതുക. അതുപോലെ തന്നെ ലോങ് ആൻസർ ക്വസ്റ്റ്യൻ ഇത്രയും കൂടെ എലാബറേറ്റ് ചെയ്ത് നമ്മുടെ ഫിഗറൊക്കെ വരച്ച് നീറ്റായിട്ട് എഴുതുക. അപ്പോൾ അതിന് മുമ്പായിട്ടൊരു കാര്യം പറയാം, നമ്മുടെ ഈ ഒരു സബ്ജക്റ്റ് മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങളത് നീറ്റായിട്ട് എഴുതുക. അതുപോലെ തന്നെ അതിനൊരു ഡയഗ്രാം ഉണ്ടെങ്കിൽ അത് എന്തായാലും നിർബന്ധമായിട്ടും മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ പാർട്സൊക്കെ വൃത്തിയായിട്ട് ലേബൽ ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ മൊഡ്യൂളിലെ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ സിലബസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് മൊഡ്യൂളിലെ സിലബസ് എന്ന് പറയുമ്പോഴത്തേക്കും 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് കാസ്റ്റിങ്ങും പിന്നെ ഒന്ന് പൗഡർ മെറ്റലർജി. അങ്ങനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഈ കാസ്റ്റിംഗ് എന്ന പോർഷനിൽ നിന്നായിരിക്കും 90% ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ബാക്കി ഒരു 10% ആയിരിക്കും നമ്മുടെ പൗഡർ മെറ്റലർജി. അപ്പോൾ നമുക്ക് സിലബസിനെ 2 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് കാസ്റ്റിങ്ങും അതുപോലെ തന്നെ മറ്റൊന്ന് പൗഡർ മെറ്റലർജി. അപ്പോൾ കാസ്റ്റിങ്ങിൽ വരുന്നത് എന്താണ് കാസ്റ്റിംഗ്, അതുപോലെ തന്നെ കാസ്റ്റിങ്ങിലുള്ള സാൻഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, പാറ്റേൺ, കോഴ്സ്, ചാപ്ലെറ്റ്സ്, അതുപോലെ തന്നെ സോൾഡിഫിക്കേഷൻ, ചെർനോസ് റൂൾസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കാസ്റ്റിങ്ങിൽ വരുന്നത്. പിന്നെ വരുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാസ്റ്റിംഗ്, ഷെൽ മോൾഡ് കാസ്റ്റിംഗ്, പ്രിസിഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് കാസ്റ്റിംഗ്, ഡൈ കാസ്റ്റിംഗ്, സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ്, കണ്ടിന്യൂസ് കാസ്റ്റിംഗ്, സ്ക്യൂസ് കാസ്റ്റിംഗ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാസ്റ്റിംഗ് ആണ് വരുന്നത്. പിന്നെ വരുന്നത് പൗഡർ മെറ്റലർജിയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് 90% ക്വസ്റ്റ്യനും കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്നായിരിക്കും. ബാക്കി ഒരു 10% പൗഡർ മെറ്റലർജി എന്ന് പറഞ്ഞ ടോപ്പിക്കിലായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ അതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിഫൈൻ മാനുഫാക്ചറിങ് പ്രോസസ്സസ്. എന്താണ് മാനുഫാക്ചറിങ് പ്രോസസ്സസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതൊരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അതിൻ്റെ ആൻസർ വരുന്നത് മാനുഫാക്ചറിങ് പ്രോസസ്സസ് ഈസ് എ സീരീസ് ഓഫ് സ്റ്റെപ്സ് ആൻഡ് ഓപ്പറേഷൻസ് ദാറ്റ് ട്രാൻസ്ഫോം റോ മെറ്റീരിയൽസ് ഓർ കമ്പോണൻസ് ഇൻ ടു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആക്കുന്ന ഈ ഒരു പ്രോസസ്സാണ്. ഈ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, നമുക്ക് കുറച്ച് റോ മെറ്റീരിയൽസ് ഉണ്ടാവും, നമ്മളത് വേണ്ട രീതിയിൽ പ്രോസസ്സ് ചെയ്ത് നമുക്ക് ഫിനിഷ്ഡ് പ്രൊഡക്റ്റായിട്ട് മാറ്റുന്നു. അപ്പോൾ ഈ ഒരു നമ്മുടെ റോ മെറ്റീരിയലിൽ നിന്ന് ഫിനിഷ്ഡ് പ്രൊഡക്റ്റിലേക്ക് മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും.
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ഗ്രീൻ സാൻഡ് കാസ്റ്റിംഗ്, ലിസ്റ്റ് ഇറ്റ്സ് അഡ്വാൻറ്റേജസ്. പിന്നീട് ചോദിച്ചിരിക്കുന്നത് ഗ്രീൻ സാൻഡ് കാസ്റ്റിംഗ് എന്താണെന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഗ്രീൻ സാൻഡ് കാസ്റ്റിംഗ് ഇസ് എ പോപ്പുലർ മെറ്റൽ കാസ്റ്റിംഗ് പ്രോസസ് ദാറ്റ് യൂസ് ജനറൽ സാൻഡ്, എ മിക്സ്ചർ ഓഫ് സിലിക്ക സാൻഡ്, ക്ലേ, യൂഷ്വലി bentonite, water and other additives to form molds. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഈ ഗ്രീൻ സാൻഡിൽ വരുന്നത്? ഗ്രീൻ സാൻഡിൽ വരുന്ന കമ്പോണൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സിലിക്ക സാൻഡ് ഉണ്ടാവും, പിന്നെ എന്താണ്, പിന്നെ നമുക്ക് ക്ലേ ഉണ്ടാവും, പിന്നെ എന്താണ്, നമുക്ക് വാട്ടർ ഉണ്ടാവും, പിന്നെന്താ അഡിക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഒന്ന് ചേരാനായിട്ടുള്ള എന്തെങ്കിലും ഒരു പശയോ അങ്ങനത്തെ എന്തെങ്കിലും സബ്സ്റ്റൻസിനെയാണ് അഡിക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിലിക്ക സാൻഡ് പ്ലസ് ക്ലേ പ്ലസ് വാട്ടർ പ്ലസ് അഡിക്റ്റീവ്സിൻ്റെ ആ ഒരു മിക്സ്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രീൻ സാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രീൻ സാൻഡ് ഇതിൻ്റെ ഒരു മിക്സ്ചറാണെന്ന് എഴുതുക. പിന്നെ ഈ ഗ്രീൻ സാൻഡിൻ്റെ പേര് വരാൻ കാരണം എന്താണ്? അത് ഗ്രീൻ കളറിൽ ഇരിക്കുന്ന കാരണമല്ല. ദ ടേം ഗ്രീൻ സാൻഡ് റെഫേഴ്സ് ടു ദ fact that the sand is moist or wet when the metal is poured into it. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സാൻഡിലേക്ക് വെള്ളം വെള്ളമല്ല, ഈ സാൻഡിലേക്ക് നമ്മൾ മെറ്റൽ ഒഴിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ചൂടായ മെറ്റൽ ഈ സാൻഡിലേക്ക് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒഴിച്ചു കഴിഞ്ഞാൽ ഈ സാൻഡ് വെറ്റായിട്ട് തന്നെ ഇരിക്കും. നോർമലി സാൻഡ് ആണെങ്കിൽ എന്താ, നമ്മൾ ഈ മോട്ടർ മെറ്റൽ ഒഴിച്ചു കഴിയുമ്പോഴത്തേക്ക് അത് ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു ഗ്രീൻ സാൻഡിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ മോൾട്ടൺ ആയിട്ടുള്ള മെറ്റൽ ഒഴിച്ചു കഴിഞ്ഞാലും ഇത് വെറ്റായിട്ട് തന്നെ ഇരിക്കും സാൻഡ്. ആ സാൻഡിൻ്റെ ഒരു ക്വാളിറ്റിയാണ് ഈ ഒരു പ്രോപ്പർട്ടി. അപ്പോൾ ഈ ഒരു ടൈപ്പ് സാൻഡിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രീൻ സാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് നമ്മുടെ ക്വസ്റ്റിന് ചോദിച്ചിട്ടുണ്ട്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ കോസ്റ്റ് കുറവായിരിക്കും, റീയൂസബിൾ സാൻഡ് വീണ്ടും യൂസ് ചെയ്യാം, വേഴ്സാറ്റിലിറ്റി, സിമ്പിൾ ആൻഡ് ക്വിക്ക് മോൾഡ് പ്രിപ്പറേഷൻ, ഗുഡ് ഫോർ ലാർജ് പാർട്സ്, ഫ്ലെക്സിബിൾ ഡിസൈൻ. ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഗ്രീൻ സാൻഡ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്രീൻ സാൻഡ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇത്തരം കാര്യത്തിൻ്റെ ഒരു മിക്സ്ചറിനാണ് ഗ്രീൻ സാൻഡ് എന്ന് പറയുന്നത്. സിലിക്ക സാൻഡ്, ക്ലേ, വാട്ടർ, അഡിറ്റീവ്സ് അതിൻ്റെ ഒരു മിക്സ്ചറാണ് ഗ്രീൻ സാൻഡ് എന്ന് പഠിച്ചു. പിന്നെ ഗ്രീൻ സാൻഡിൻ്റെ അഡ്വാൻറ്റേജസ് നമ്മൾ നോക്കി. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 3. ഡിഫൈൻ മെറ്റൽ കാസ്റ്റിംഗ്, ലിസ്റ്റ് ഇറ്റ്സ് മേജർ ക്ലാസിഫിക്കേഷൻ. എന്താണ് മെറ്റൽ കാസ്റ്റിംഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മെറ്റൽ കാസ്റ്റിങ്ങിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ എന്താണെന്ന് നോക്കാം. മെറ്റൽ കാസ്റ്റിംഗ് ഈസ് എ മാനുഫാക്ചറിങ് പ്രോസസ്സസ് where molten metal is poured into a mold cavity that has the shape of the desired part. Once the metal cools and solidifies, the mold is removed and the casting is extracted. എന്ന് പറഞ്ഞാൽ എന്താ, നോർമലി മെറ്റൽ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെറ്റൽ എടുക്കുന്നു, മെറ്റൽ നമ്മൾ ഹീറ്റ് ചെയ്യുന്നതിന് ശേഷം അപ്പോൾ നമുക്കൊരു മോൾട്ടൺ മെറ്റൽ ലഭിക്കും. ഈ മോൾട്ടൺ മെറ്റൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് വേണ്ട ഷേപ്പിലുള്ള എന്തുണ്ടാവും, ഡൈ ഉണ്ടാവും. ഈ ഡൈയിലേക്ക് നമ്മൾ മോൾട്ടൺ മെറ്റലിനെ ഒഴിച്ചു കൊടുക്കും. നമുക്ക് ഏത് ഷേപ്പിലേക്കാണോ നമുക്കൊരു ഫിനിഷ്ഡ് ഔട്ട്പുട്ട് വേണ്ടത്, ആ ഒരു ഷേപ്പിലേക്കുള്ള ഡൈ നമ്മൾ ആദ്യം തന്നെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കും. ഈ ഡൈയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഈ ഡൈയിലേക്ക് നമ്മൾ മോൾട്ടൺ മെറ്റൽ ഒഴിക്കും. മോൾട്ടൺ മെറ്റൽ ഒഴിച്ചതിന് ശേഷം എന്ത് ചെയ്യും, അത് കൂൾ ചെയ്യും. അത് കൂൾ ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് ഫിനിഷ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടും. ഓക്കെ, ഇതിനെയാണ് എന്ത് പറയുന്നത്, മെറ്റൽ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഈ മെറ്റൽ എടുക്കുന്നു, ചൂടാക്കിയതിന് ശേഷം ഈ ഉരുകിയ മെറ്റൽ നമുക്ക് വേണ്ട ഷേപ്പിലുള്ള ഡൈയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അതിനുശേഷം അത് തണുപ്പിക്കുന്നു. അങ്ങനെ നമുക്ക് വേണ്ട ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ലഭിക്കുന്നു. ഈ ഒരു ടൈപ്പ് ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെറ്റൽ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കോമൺ ടൈപ്സ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ നമ്മുടെ ക്വസ്റ്റിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കോമൺ ടൈപ്സ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ: സാൻഡ് കാസ്റ്റിംഗ്, ഷെൽ മോൾഡ് കാസ്റ്റിംഗ്, ഇൻവെസ്റ്റ്മെൻറ്റ് കാസ്റ്റിംഗ്, ലോസ് ഫോം കാസ്റ്റിംഗ്, പ്ലാസ്റ്റർ മോൾഡ് കാസ്റ്റിംഗ്. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റൽ കാസ്റ്റിംഗ്. ഇതൊക്കെ എന്താ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വൺസിൻ്റെ ക്ലാസ്സസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റൽ കാസ്റ്റിങ്ങിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ഡിഫൈൻ എ പാറ്റേൺ, എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഫങ്ഷൻസ് ആൻഡ് നെയിം ഡിഫറെൻറ്റ് പാറ്റേൺ മെറ്റീരിയൽ വിത്ത് എക്സാമ്പിൾസ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഡിഫറെൻറ്റ് പാറ്റേൺ നമ്മുടെ കാസ്റ്റിങ്ങിലെ പാറ്റേൺ എന്താണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആ പാറ്റേണിൻ്റെ ഫങ്ഷനും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാറ്റേൺ മെറ്റീരിയൽസും ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എ പാറ്റേൺ ഇസ് എ റെപ്ലിക്ക ഓഫ് ദ ഒബ്ജക്റ്റ് ടു ബി കാസ്റ്റ് യൂസ്ഡ് ടു ക്രിയേറ്റ് ദ മോൾഡ് ക്യാവിറ്റി ഇൻ ദ സാൻഡ് കാസ്റ്റിംഗ് പ്രോസസ്. ഇറ്റ് ഈസ് നോട്ട് ആൻ എക്സാക്ട് കോപ്പി ഓഫ് ദ ഫൈനൽ പ്രൊഡക്റ്റ്. ഇറ്റ് ഇൻക്ലൂഡ്സ് അലവൻസ് ടു എൻഷുർ ഡയമെൻഷണൽ ആക്യുറസി ഇൻ ദ ഫിനിഷ്ഡ് കാസ്റ്റിംഗ്. അപ്പോൾ എന്താണ് സിമ്പിളായിട്ട് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു പെൻ ഇത് തന്നെ എടുക്കാം. ഈ പെന്നിൻ്റെ ഷേപ്പിൽ നമുക്കൊരു പ്രൊഡക്റ്റ് കാസ്റ്റ് ചെയ്ത് എടുക്കണമെന്ന് വിചാരിക്കുക. ഈ ഒരു പെന്നിൻ്റെ ഷേപ്പിൽ നമുക്കൊരു പ്രൊഡക്റ്റ് കാസ്റ്റ് ചെയ്ത് എടുക്കണമെന്ന് വിചാരിക്കുക. നമ്മൾ ആദ്യം അതിൻ്റെ ഷേപ്പിലുള്ള റിപ്ലിക്ക അല്ലെങ്കിൽ ഒരു മോഡൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. നമുക്കൊരു 100 പേന ഇതുപോലെ കാസ്റ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ആ പേനയുടെ ഷേപ്പിലുള്ളൊരു മോഡൽ ഉണ്ടാക്കിയെടുക്കണം. ഈ മോഡലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാറ്റേൺ എന്ന് പറയുന്നത്. നമുക്ക് ഇതുപോലത്തെ ഒരു 100 പേന കാസ്റ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം ആ ഷേപ്പിലുള്ള ഒരു മോഡൽ ഉണ്ടാക്കിയെടുക്കും. ആ മോഡലിനെയാണ് നമ്മൾ പാറ്റേൺ എന്ന് പറയുന്നത്. പിന്നെ എന്ത് ചെയ്യും? അതിന് ശേഷം നമ്മുടെ സാൻഡ് വെച്ചിട്ട് ഡൈ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ക്യാവിറ്റി ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് അവിടെ ക്യാവിറ്റി ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? ഈ പാറ്റേണിൻ്റെ ഷേപ്പിൽ അകത്തൊരു ക്യാവിറ്റി കിട്ടും. അതിലേക്ക് നമ്മൾ ഈ മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഷേപ്പിലുള്ള അല്ലെങ്കിൽ പേനയുടെ ഷേപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ പാറ്റേണിൻ്റെ ഷേപ്പിലുള്ള കാസ്റ്റഡ് പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വേണ്ടത് അല്ലെങ്കിൽ ഏത് ഷേപ്പിലുള്ള ഒബ്ജക്റ്റാണ് വേണ്ടത്, ആ ഷേപ്പിലുള്ള ഒബ്ജക്റ്റിന് തന്നെ ഒരു കോപ്പി ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ഒബ്ജക്റ്റിനാണ് എന്ത് പറയുന്നത്? പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പാറ്റേണിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പാറ്റേണിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു പാറ്റേൺ പ്രൊഡ്യൂസ് ഉണ്ടാക്കിയാൽ മതി. ആ ഒരു പാറ്റേൺ വെച്ചിട്ട് നമുക്ക് നമ്പർ ഓഫ് കാസ്റ്റഡ് പ്രൊഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാനുഫാക്ചർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പാറ്റേൺ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് ആയിട്ട് ടൈപ്സ് ഓഫ് പാറ്റേണിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് നമ്മുടെ ക്വസ്റ്റിന് ചോദിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സോളിഡ് ഓർ സിംഗിൾ പാറ്റേൺ, രണ്ടാമത്തെ സ്പ്ലിറ്റ് പാറ്റേൺ, മൂന്നാമത്തെ മാച്ച് പ്ലേറ്റ് പാറ്റേൺ, പിന്നെന്താ കോപ്പ് ആൻഡ് ഡ്രാഗ് പാറ്റേൺ. അപ്പോൾ 4 ടൈപ്പ് പാറ്റേൺ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ സോളിഡ് ഓർ സിംഗിൾ പാറ്റേൺ, രണ്ടാമത്തെ സ്പ്ലിറ്റ് പാറ്റേൺ, മൂന്നാമത്തെ മാച്ച് പ്ലേറ്റ് പാറ്റേൺ, നാലാമത്തെ കോപ്പ് ആൻഡ് ഡ്രാഗ് പാറ്റേൺ. അപ്പോൾ സിംഗിൾ പീസ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ പാറ്റേൺ. ഈ പാറ്റേൺ ഒരു സിംഗിൾ പീസായിട്ട് തന്നെ ഇരിക്കും. ഇനി സ്പ്ലിറ്റ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേര് പോലെ തന്നെ ഈ ഒറ്റ പാറ്റേൺ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് 2 പീസാക്കും. അപ്പോൾ 2 പീസായിട്ടായിരിക്കും പാറ്റേൺ ഇരിക്കുന്നത്. ഇനി മാച്ച് പ്ലേറ്റ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പ്ലിറ്റ് ചെയ്തതിന് നടുക്കൊരു പ്ലേറ്റ് ഉണ്ടാവും. ഓക്കെ, അതിനെയാണ് മാച്ച് പ്ലേറ്റ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കോപ്പ് ആൻഡ് ഡ്രാഗ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലേറ്റിൻ്റെ മുകളിൽ ഒരു പാറ്റേണും ഉണ്ടാവും, ഒരു പ്ലേറ്റിൻ്റെ താഴെ വേറൊരു പാറ്റേൺ ഉണ്ടാവും. ഓക്കെ, അങ്ങനെ 2 പ്ലേറ്റിലായിട്ടായിരിക്കും ഈ പാറ്റേൺസ് ഇരിക്കുന്നത്. അതിനെയാണ് കോപ്പ് ആൻഡ് ഡ്രാഗ് പാറ്റേൺ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, നമ്മുടെ പേര് പോലെ തന്നെ സിംഗിൾ ഓർ സോളിഡ് പാറ്റേൺ made in one piece without joints. It is not attached to any frame. It is also called loose or solid pattern. ഇതിന് മറ്റൊരു പേരാണ് loose or solid pattern, used for large casting of simple shapes, mold cavities either in cope or in drag. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ 2 ബോക്സ് ഉണ്ടാവും. ഒന്നാമത്തെ ബോക്സ് മുകളിലുള്ളത് കോപ്പും അതുപോലെ തന്നെ താഴെയുള്ളത് ഡ്രാഗും. അപ്പോൾ നമ്മുടെ ഈ ഒരു സിംഗിൾ പീസ് ഓർ സോളിഡ് പാറ്റേൺ എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ അത് കോപ്പിലായിരിക്കും അല്ലെങ്കിൽ ഡ്രാഗിലായിരിക്കും, എവിടെ വേണേലും ആയിരിക്കും. അപ്പോൾ നമ്മുടെ പേര് പോലെ തന്നെ സിംഗിൾ ആയിട്ടുള്ളൊരു പാറ്റേൺ ആയിരിക്കും ഇത്. രണ്ടാമത് സ്പ്ലിറ്റ് ഓർ 2 പീസ് പാറ്റേൺ. സ്പ്ലിറ്റ് ഓർ 2 പീസ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫിഗറിൽ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു പാറ്റേൺ സ്പ്ലിറ്റ് ചെയ്ത് 2 പീസായിട്ട് വയ്ക്കും. അപ്പോൾ ഒരെണ്ണം കോപ്പിലും ഒരെണ്ണം ഡ്രാഗിലും വയ്ക്കും. പിന്നെന്താ മൂന്നാമത്തെ പാറ്റേൺ മാച്ച് പ്ലേറ്റ് പാറ്റേൺ. Match plates
provides a substantial mounting for the patterns used in machine molding. Patterns are made in 2 pieces, each mounted on both sides of the match plate. അപ്പോൾ മാച്ച് പ്ലേറ്റ് എന്ന് പറഞ്ഞൊരു പ്ലേറ്റ് ഉണ്ടാവും. നമ്മുടെ ഈ പ്ലേറ്റിൻ്റെ പേരാണ് മാച്ച് പ്ലേറ്റ്. അതിൻ്റെ ഒരു സൈഡിൽ ഒരു പീസും മറ്റേ സൈഡിൽ അടുത്ത പീസും പാറ്റേണിൻ്റെ അങ്ങനെ വെക്കുന്ന ഒരു പാറ്റേണാണ് മാച്ച് പ്ലേറ്റ് പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പാറ്റേൺ ആണ് എന്ത്? കോപ്പ് ആൻഡ് ട്രാക്ക് പാറ്റേൺ. കോപ്പ് ആൻഡ് ട്രാക്ക് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറ്റേൺ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 halves which are mounted on different plates. Cope and track parts of the mold are made separately and then assembled using the large casting. വലിയ കാസ്റ്റിങ്ങുകൾക്കാണ് ഈ പറഞ്ഞ കോപ്പ് ആൻഡ് ട്രാക്ക് പാറ്റേൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോപ്പ് ആൻഡ് ട്രാക്ക് പാറ്റേൺ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു പാറ്റേൺ കോപ്പ് സൈഡിലും ഒരു പാറ്റേൺ ട്രാക്ക് സൈഡിലും വരും. അതിനുശേഷം നമ്മളിത് ഒന്നായിട്ട് യോജിപ്പിക്കും. അപ്പോൾ ആ ഒരു ടൈപ്പ് പാറ്റേൺസിനാണ് കോപ്പ് ആൻഡ് ട്രാക്ക് പാറ്റേൺസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. പാറ്റേൺസ് എന്താണെന്ന് നിങ്ങൾക്ക് എക്സാമിന് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ പാറ്റേൺസിൻ്റെ ഡീറ്റെയിൽ ക്ലാസിഫിക്കേഷൻ ആയിട്ട് നമുക്ക് ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ മാനുഫാക്ചറിങ് പ്രോസസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിനൊരു ഫിഗർ ഉണ്ടെങ്കിൽ, അതിനൊരു ഡയഗ്രാം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഡയഗ്രാം വരച്ചിരിക്കുക. നീറ്റായിട്ട് ആ ഡയഗ്രാം വരയ്ക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോ പാർട്സും വ്യക്തമായിട്ട് ലേബൽ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഒരു വർക്കിംഗ് ഉണ്ടെങ്കിൽ വർക്കിംഗ് എഴുതുക, അല്ലെങ്കിൽ അതിലുള്ള പാർട്സിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ആ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഒരു ഓർഡറിൽ ഒരു ഫ്ലോയിൽ എഴുതുക നിങ്ങൾ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സാമിന് നിങ്ങൾക്ക് ഈ മാനുഫാക്ചറിങ് പ്രോസസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് എന്തും ആയിക്കോട്ടെ, എന്ത് ക്വസ്റ്റ്യനും ആയിക്കോട്ടെ, ആ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിനൊരു ഡയഗ്രാം ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ആ ഫിഗർ നല്ല നീറ്റായിട്ട് വരയ്ക്കുക. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ സീരീസിൽ അല്ലെങ്കിൽ ഈ സെഷനിൽ നമ്മൾ വേഗം കാര്യങ്ങൾ ചെറിയ രീതിയിൽ അല്ലെങ്കിൽ ചെറിയ പോയിന്റ്സ് ബൈ പോയിന്റ്സ് ആയിട്ടായിരിക്കും പറഞ്ഞു പോകുന്നത്. പക്ഷെ നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ അത് ഇൻ ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുക. 3 മാർക്കാണോ 9 മാർക്സ് ആണോ നോക്കുക. അതനുസരിച്ച് ആ മാർക്കിനനുസരിച്ച് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുക. അപ്പോൾ 3 മാർക്സ് ആണെങ്കിൽ ചെറിയ രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യുക, 9 മാർക്സിൻ്റെ ആണെങ്കിൽ ആ രീതിയിൽ തന്നെ നന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക. ഈ പറഞ്ഞ പോലെ തന്നെ ഇതിന് ഏതെങ്കിലും ഒരു ഡയഗ്രാമോ ഫിഗറോ ഉണ്ടെങ്കിൽ അത് വ്യക്തവും വൃത്തിയായിട്ട് വരയ്ക്കുക, ലേബിൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ പാറ്റേണിൻ്റെ ഫിഗർ നിങ്ങൾ വരയ്ക്കുക. ഈ 4 ടൈപ്സ് ഓഫ് പാറ്റേണിൻ്റെ ഫിഗർ നിങ്ങൾ വരയ്ക്കുക. അതുപോലെ തന്നെ ലേബിൾ ചെയ്ത് വെക്കുക. ഓർഡറിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്ക്രൈബ് വേരിയസ് പാറ്റേൺ അലവൻസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ പാറ്റേണായിട്ട് ബന്ധപ്പെട്ട പാറ്റേൺ അലവൻസസ് എന്താണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പാറ്റേൺ അലവൻസസിനെ പറ്റി നമ്മൾ പറയുമ്പോഴത്തേക്കും നമുക്ക് ഷ്രിങ്കേജ് അലവൻസ് എന്താണെന്ന് നമ്മൾ പറയേണ്ടി വരും. അതുപോലെ തന്നെ ഡ്രാഫ്റ്റ് അലവൻസ് എന്താണെന്ന് പറയേണ്ടി വരും. പിന്നെ മെഷീനിങ് അലവൻസ് പറയേണ്ടി വരും. ടേപ്പറിങ് അലവൻസ് പറയേണ്ടി വരും. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അലവൻസ് പറയേണ്ടി വരും. അത് നിങ്ങളുടെ ക്വസ്റ്റിൻ്റെ മാർക്ക് അനുസരിച്ച് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഴുതുക. അപ്പോൾ അലവൻസ് എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഇപ്പോൾ ഇതുപോലത്തെ ഒരു പീസാണ് നമുക്ക് കാസ്റ്റ് ചെയ്തെടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പീസിൻ്റെ റെപ്ലിക്ക അല്ലെങ്കിൽ മോഡൽ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്തെടുക്കും. അതിനെയാണ് നമ്മുടെ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എക്സാക്റ്റ് നമുക്ക് വേണ്ട ആ ഒരു മോഡലിൻ്റെ സെയിം സൈസിലായിരിക്കില്ല. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 10 mm ആയിരിക്കും. പക്ഷേ നമ്മൾ പാറ്റേൺ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ 10 mm ആയിരിക്കില്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു 9 mm ആ പാറ്റേൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സാൻഡ് കാസ്റ്റിങ്ങിൽ ഈ പാറ്റേൺ വെച്ചിട്ട് ഈ പാറ്റേൺ റിമൂവ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ പ്രോപ്പറായിട്ടുള്ള ഡയമെൻഷണൽ ആക്യുറസി കിട്ടില്ല. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അലവൻസ് പാറ്റേണിൽ കൊടുക്കുന്നത്. ചില സമയത്ത് നമ്മുടെ ഈ പറഞ്ഞ മോൾട്ടൺ മെറ്റൽ ഒഴിക്കുമ്പോഴത്തേക്ക് അത് കുറച്ച് വലുതായി പോകും. അപ്പോൾ അതിന് നമുക്ക് ചെറുതായി കിട്ടണമെങ്കിൽ ആദ്യം തന്നെ ഈ പാറ്റേൺ ചെറുതായിട്ട് ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റ് സൈസിൽ കിട്ടും. ചില സമയത്ത് നമുക്കത് ഊരിയെടുക്കാൻ വേണ്ടി ഇത്തിരി വലുതായിട്ട് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ പാറ്റേണിൻ്റെ സൈസ് കുറച്ചും കൂടെ ചെറുതായിട്ട് ഉണ്ടാക്കിയാലാണ് നമുക്ക് ആ ഒരു കറക്റ്റ് സൈസിൽ ചിലപ്പോൾ മോൾട്ടൺ മെറ്റൽ ഒഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിൻ്റെ ആക്യുറസിക്ക് വേണ്ടി നമ്മൾ ഈ പറഞ്ഞ പാറ്റേണിൻ്റെ ചെറിയ മാറ്റങ്ങൾ വരുത്തും. അതിനെയാണ് അലവൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അലവൻസ് ഇൻ ഡീറ്റെയിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അലവൻസ് എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഷ്രിങ്കേജ് ഓർ കോൺട്രാക്ഷൻ അലവൻസ്. ഷ്രിങ്കേജ് അല്ലെങ്കിൽ കോൺട്രാക്ഷൻ അലവൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ലിക്വിഡ് ഷ്രിങ്കേജ്, അതിൽ തന്നെ ലിക്വിഡ് ഷ്രിങ്കേജ് എന്താണെന്ന് നോക്കാം.
ഇറ്റ് റെഫേഴ്സ് ടു റിഡക്ഷൻ ഇൻ വോളിയം വെൻ ദ മെറ്റൽ ചേഞ്ചസ് ഫ്രം ലിക്വിഡ് സ്റ്റേറ്റ് ടു സോളിഡ് സ്റ്റേറ്റ്. അപ്പോൾ നോർമലി നമ്മുടെ മോൾട്ടൺ മെറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുക്കി മെറ്റൽ എന്ത് ചെയ്യുന്നു, നമ്മൾ നമ്മുടെ ഡൈ ക്യാവിറ്റിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഈ ലിക്വിഡ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ സെമി ലിക്വിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഈ ഒരു മെറ്റൽ പയ്യെ തണുത്ത് സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നു. അപ്പോൾ ഇവിടെ ഒരു ഫേസ് ചേഞ്ച് നടക്കുന്നത്. അപ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ആ മെറ്റീരിയലിൻ്റെ സൈസിന് ഒരു മാറ്റം സംഭവിക്കുന്നു. എന്താ, നോർമലി ഒരു 10 mm ഡയമീറ്ററിൽ ഇരിക്കുന്ന ഒരു വസ്തു ചിലപ്പോൾ സോൾഡിഫൈ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ മോളിക്കുലർ അറേഞ്ച്മെൻറ്റ് കാരണം ചിലപ്പോൾ ഒരു 11 mm മാറും. അപ്പോൾ അവിടെ നടക്കുന്ന നമ്മൾ അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ശ്രിങ്കേജ് അലവൻസ് കൊടുക്കണം. അതാണ് ലിക്വിഡ് ശ്രിങ്കേജ് അലവൻസ്. ഇനി സോളിഡ് ശ്രിങ്കേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു റിഡക്ഷൻ ഇൻ വോളിയം കോസ്റ്റ് വെൻ ദ മെറ്റൽ ലൂസസ് ടെമ്പറേച്ചർ ഇൻ സോളിഡ് സ്റ്റേറ്റ്. മെറ്റൽ അത് ഈ പറഞ്ഞ ഉരുക്കി മെറ്റൽ ഒഴിച്ച് അതിന് ശേഷം അതിൻ്റെ ടെമ്പറേച്ചർ പറഞ്ഞ് തണുത്ത സോളിഡ് മെറ്റലായി. ഈ സോളിഡ് മെറ്റലായതിനു ശേഷവും എന്ത് സംഭവിക്കുന്നു, ആ ഒരു ടെമ്പറേച്ചറിൽ നിന്ന് ഒരു നോർമൽ റൂം ടെമ്പറേച്ചറിലേക്കുള്ളൊരു ടെമ്പറേച്ചർ ചേഞ്ചിന് നമ്മൾ കുറച്ച് നേരം ആ ഒരു ഒബ്ജക്റ്റിന് ഇരുത്തേണ്ടി വരും. അങ്ങനെ ഇരുത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ആ സോളിഡ് ഒബ്ജക്റ്റിൽ തന്നെ എന്ത് സംഭവിക്കുന്നു, ഒരു ചേഞ്ച് സംഭവിക്കുന്നു ഡയമെൻഷനിൽ. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന അലവൻസാണ് എന്ത്, സോളിഡ് ശ്രിങ്കേജ് അലവൻസ്. ഓക്കെ, നെക്സ്റ്റ് എന്താ, ഡ്രാഫ്റ്റ് ഓർ ടേപ്പർ അലവൻസ്. ഡ്രാഫ്റ്റ് ഓർ ടേപ്പർ അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇതാണ് നമ്മളെ നോർമലി ഒരു പാറ്റേൺ എങ്കിൽ ഈ പാറ്റേൺ നമ്മൾ കാസ്റ്റിങ്ങിൽ വെച്ചതിന് ശേഷം ഊരി എടുക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, നമുക്ക് അത് തിരിച്ചെടുക്കാനൊരു ബുദ്ധിമുട്ട് സംഭവിക്കുന്നു. പക്ഷേ ഒരു ചെറിയ ടേപ്പർ കൊടുത്തതിന് ശേഷം, ഒരു ചെറിയ ചെരിവ് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് ഊരി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റൂലേ. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു അലവൻസിനെയാണ് ടേപ്പർ അലവൻസ് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് അലവൻസ് എന്ന് പറയുന്നത്. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ കൊടുക്കുന്ന അലവൻസിനാണ് ടേപ്പർ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് അലവൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്, ഡിസ്റ്റോർഷൻ ഓൺ കാമ്പർ അലവൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഡിസ്റ്റോർഷൻ ഇൻ കാസ്റ്റിംഗ് മേ ഒക്കെ ഡ്യൂ ടു ഇൻറ്റേർണൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റേർണൽ സ്ട്രെസ് കാരണം ആ ഒരു ഒബ്ജക്റ്റിൽ ഒരു മാറ്റം സംഭവിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു കാസ്റ്റിങ്ങിൻ്റെ ആ ഒരു പ്രോസസ്സിൽ അല്ലെങ്കിൽ ഒബ്ജക്റ്റിൽ മാറ്റം സംഭവിക്കുന്നു. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന അലവൻസാണ് എന്ത്, ഡിസ്റ്റോർഷൻ ഓർ ക്യാമ്പർ അലവൻസ് എന്ന് പറയുന്നത്. ഇനി റാപ്പിംഗ് അലവൻസ്. റാപ്പിംഗ് അലവൻസ് എന്ന് വെച്ചാൽ എന്താ, ബിഫോർ ദ വിഡ്രോവൽ ഫ്രം സാൻഡ് മോൾഡ് ദ പാറ്റേൺ ഈസ് റാപ്ഡ് all around the vertical face of the enlarge the mold cavity slightly which facilitate its removal. Since enlarge the final casting made, it is desirable that the original pattern dimension should be reduced to account for this increase. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പോലെ റാപ്പിംഗ് അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാറ്റേണിൽ ചില മെറ്റീരിയൽ വെച്ച് റാപ്പ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ കാസ്റ്റിങ്ങിൻ്റെ അകത്ത് വെക്കുന്നത്, ഡൈ കാസ്റ്റിങ്ങിന് വേണ്ടി വെക്കുന്നത്. അപ്പോൾ നമ്മളത് പുറത്തെടുക്കുമ്പോഴത്തേക്കും ഈ റാപ്പ് ചെയ്ത ആ ഒരു ഡയമെൻഷൻ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന അലവൻസ് ആണ് എന്ത്, റാപ്പിംഗ് അലവൻസ്. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക്. അപ്പോൾ നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അലവൻസ് എന്താണെന്നാണ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത്. ആ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ തന്നെ ആൻസർ ചെയ്യുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് നമുക്ക് കടക്കാം. ഡിഫൈൻ കോർ ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻ. എന്താണ് കോർ, അതുപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻ നമുക്ക് നോക്കാം. Core in casting is a preformed mass typically made of core sand that is inserted into a mold cavity to form hollow section or intricate internal geometry cast object. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും കാസ്റ്റിങ്ങിൻ്റെ അകത്തുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ സാൻഡ് കാസ്റ്റിങ്ങിൻ്റെ അകത്തുള്ള ഒരു ഭാഗം, ഒരു ക്യാവിറ്റി, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോർ എന്ന് പറയുന്നത്. ഓക്കെ, ടിപ്പിക്കലി മെയ്ഡ് അപ്പ് ഓഫ് കോർ സാൻഡ് ദാറ്റ് ഈസ് ഇൻസർട്ടഡ് ഇൻ ടു എ മോൾഡ് ക്യാവിറ്റി ടു ഫോം ഹോളോ സെക്ഷൻസ് ഇൻട്രിഗേറ്റ് ഇന്റേണൽ ജിയോമെട്രിക് കാസ്റ്റിംഗ് ഒബ്ജക്റ്റ്. അപ്പോൾ നമുക്ക് ഹോളോ സെക്ഷനൊക്കെ കാസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മുടെ സാൻഡ് കാസ്റ്റിൻ്റെ അകത്തുള്ള ആ ഒരു ഹോളോ ഏരിയനെ ആയിട്ട് ഇടുന്ന ആ ഒരു ഭാഗത്തിനാണ് നമ്മൾ കോർ എന്ന് പറയുന്നത്. കോറിൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണ്, ഫോം ഇന്റേണൽ ക്യാവിറ്റി. കോർ വെച്ചിട്ട് നമുക്ക് ഒരു ഇന്റേണൽ ക്യാവിറ്റി ഫോം ചെയ്യാൻ പറ്റും. പിന്നെ എന്താ, ഷേപ്പ് കോംപ്ലക്സ് ഫീച്ചേഴ്സ്, നമുക്ക് പല പല കോംപ്ലക്സ് ഫീച്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും.
കോർ വെച്ച്, പിന്നെ റെഡ്യൂസ് വെയിറ്റ്, കോർ വെച്ചിട്ട് ആ ഹോൾ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെന്താ, ഇംപ്രൂവ് മെഷീനിങ് ആക്സസ് കൂട്ടി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് കോർ. അതുപോലെ തന്നെ ഫംഗ്ഷൻ. ഇതൊക്കെ നിങ്ങൾക്ക് ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാം. കോർ എന്താണെന്ന് ചോദിക്കാം, അതുപോലെ തന്നെ എൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. സ്കെച്ച് എ ഗേറ്റിംഗ് സിസ്റ്റം ഇൻക്ലൂഡിങ് സ്ക്രൂ, റണ്ണർ, റൈസർ ആൻഡ് ലേബൽ ഈച്ച് പാർട്ട്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ പല രീതിയിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇതിലിപ്പോൾ ഗേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞായിരിക്കും നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഗേറ്റിംഗ് സിസ്റ്റത്തിൽ തന്നെ ഡിഫറെൻറ്റ് പാർട്സ് ഉണ്ട്. പോറിംഗ് ബേസിനുണ്ട്, സ്ക്രൂ ഉണ്ട്, റണ്ണറുണ്ട്, ഗേറ്റ് ഉണ്ട്, കാസ്റ്റിംഗ് ഉണ്ട്, റൈസർ ഉണ്ട്. വേണമെങ്കിൽ മേ ബി ഇതിൽ ഏതെങ്കിലും പാർട്ട് എന്താണെന്ന് ചോദിച്ച് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ ഹോൾ ഗേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് ചോദിച്ച് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായിട്ട് റിലേറ്റ് ചെയ്ത സോൾഡിഫിക്കേഷൻ ടൈമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അങ്ങനെ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വൃത്തിയായിട്ടൊന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് ഗേറ്റിംഗ് സിസ്റ്റം? അതാണ് ക്വസ്റ്റ്യൻ. ഗേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ വഴി. ഗേറ്റിംഗ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും വഴിയാണ്. നമ്മുടെ മെറ്റൽ നമ്മൾ ചൂടാക്കി ഉരുക്കിയെടുത്തു, അപ്പോൾ മോൾട്ടൺ മെറ്റൽ കിട്ടി. ഈ മോൾട്ടൺ മെറ്റൽ നമ്മൾ ഒഴിച്ചതിന് ശേഷം അത് തണുത്ത് കഴിയുമ്പോഴാണ് നമുക്ക് വേണ്ട കാസ്റ്റഡ് പ്രൊഡക്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ ചൂടാക്കി മെറ്റൽ ഒഴിച്ച് കഴിയുമ്പോൾ അത് പോണ വഴിയെയാണ് ഗേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വഴിയാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് ഫിഗർ ഇട്ട് നോക്കാം. ഫിഗറിൽ കണ്ടോ, ഇതിവിടെ പോറിംഗ് ബേസിനുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ആ മോൾട്ടൺ മെറ്റൽ ഒഴിക്കുന്ന സ്ഥലത്തിനാണ് പോറിംഗ് ബേസിൻ എന്ന് പറയുന്നത്. അതിനുശേഷം ഇതിങ്ങനെ ഒഴുകി നേരെ വരുന്ന ആ ഒരു ഏരിയനെയാണ് സ്ക്രൂ എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്ന ഈ ഒരു ഏരിയനെയാണ് റണ്ണർ എന്ന് പറയുന്നത്. സ്ക്രൂവിൽ നിന്ന് ഒഴുകി നേരെ ഇങ്ങനെ വരുന്നതിനാണ് റണ്ണർ എന്ന് പറയുന്നത്. ഇനി ഇത്ര ഏരിയയിലാണ് കാസ്റ്റിംഗ് നടക്കുന്നത്. അപ്പോൾ ഈ കാസ്റ്റിംഗ് നടക്കുന്ന ഏരിയ അതുപോലെ തന്നെ റണ്ണറും തമ്മിലുള്ള ആ ഒരു എൻട്രീനെയാണ് ഗേറ്റ് എന്ന് പറയുന്നത്. ഇനി കാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി മുകളിലായിട്ട് ഇങ്ങനെ നമ്മൾ ഒഴിക്കുന്ന ആ ഒരു മെറ്റൽ കുറച്ചും കൂടെ മുകളിലായിട്ട് കയറി നിൽക്കും. അതിനെയാണ് റൈസർ എന്ന് പറയുന്നത്. റൈസറിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾഡിഫിക്കേഷൻ്റെ സമയത്ത് കുറച്ച് മെറ്റൽ നമുക്ക് ആവശ്യം വരികയാണെങ്കിൽ തന്നെ നമ്മൾ ഒഴിച്ചതിന് ശേഷം പിന്നെ മെറ്റൽ ആവശ്യം വരികയാണെങ്കിൽ തന്നെ ഈ റൈസറിൽ നിന്ന് തിരിച്ചിതിലേക്ക് ഇറങ്ങി പോകും. അത് റിസർവോയറായിട്ട് ആക്ട് ചെയ്യും റൈസർ. അപ്പോൾ കാസ്റ്റിങ്ങിന് ശേഷം നമ്മൾ ഇത്രയും പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും. ഇതിങ്ങനെ ഒരു ഷേപ്പിലായിരിക്കും ഇതിൻ്റെ കാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് പ്രൊഡക്റ്റ് കിട്ടുന്നത്. ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. നമ്മളപ്പോൾ കട്ടറിന് ഇത് കട്ട് ചെയ്ത് കളയും, ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കളയും, എന്നിട്ട് ഗ്രൈൻഡ് ചെയ്ത് പോളിഷ് ചെയ്ത് ഈ ഒരു പോർഷൻ മാത്രമായിട്ട് നമ്മൾ എടുക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഗേറ്റിംഗ് സിസ്റ്റം. ഗേറ്റിംഗ് സിസ്റ്റം നെറ്റ്വർക്ക് ഓഫ് ചാനൽ ത്രൂ വിച്ച് മോൾട്ടൺ മെറ്റൽ ഫ്ലോസ് ഇൻ ടു മോൾഡ് ക്യാവിറ്റി ഇൻ എ കാസ്റ്റിംഗ് പ്രോസസ് ഡിസൈൻ ഇൻ ക്രിട്ടിക്കൽ ഫോർ എൻഷുറിങ് സ്മൂത്ത് ആൻഡ് കൺട്രോൾ മെറ്റൽ ഫ്ലോ ആൻഡ് ഹൈലി കോൾഡ് സിസ്റ്റം. അപ്പോൾ നമ്മൾ പറഞ്ഞു അതിൻ്റെ 3 ഓരോ പാർട്സുകൾ പറഞ്ഞു. ഗേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ആദ്യം സ്ക്രൂ എന്താണെന്ന് പഠിച്ചു. വെർട്ടിക്കൽ ചാനൽ ത്രൂ വിച്ച് മോൾട്ടൺ മെറ്റൽ ഈസ് poured into the മോൾഡിലേക്ക് മെറ്റൽ ഒഴിക്കുന്ന ആ വെർട്ടിക്കൽ ചാനലിനെയാണ് എന്ത് പറയുന്നത്, സ്ക്രൂ എന്ന് പറയുന്നത്. പിന്നെ റണ്ണർ നമ്മൾ പറഞ്ഞു, ആ ഹൊറിസോണൽ ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞു. ഗേറ്റ് നമ്മൾ പറഞ്ഞു, ആ സ്മോൾ ഓപ്പണിംഗ് ആണ് റൈസർ. റിസർവെയർ ദാറ്റ് സ്റ്റോർസ് എക്സസ് മോൾട്ടൺ മെറ്റൽ, കൂടുതലായിട്ടുള്ള മോൾട്ടൺ മെറ്റൽ സ്റ്റോർ ചെയ്യുന്ന റിസർവെയറിനെയാണ് റൈസർ എന്ന് പറയുന്നത്. റൈസറിന് മറ്റൊരു പേരാണ് ഫീഡർ എന്നും പറയും. റൈസറിന് മറ്റൊരു പേര് നമ്മൾ ഫീഡർ എന്നും പറയും. ഓക്കെ, നെക്സ്റ്റ് എന്താ, ഹൗ ഇറ്റ്സ് വർക്ക്. നമ്മൾ അതിൻ്റെ ബാക്കിയായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. മോൾട്ടൺ മെറ്റൽ സ്പോറിൻ്റെ സ്ക്രൂവിലേക്ക് ഒഴിക്കുന്നു, അതിനുശേഷം റണ്ണറിലേക്ക് വരുന്നു, റണ്ണർ വഴി ഗേറ്റിലേക്ക് വരുന്നു, ഫൈനലി മോൾഡ് ക്യാവിറ്റിയിലേക്ക് വരുന്നു, അതിനുശേഷം എക്സസ് ആയിട്ടുള്ള റൈസറിലേക്ക് കയറി പോകുന്നു. പർപ്പസ് ഓഫ് ഗേറ്റിംഗ് സിസ്റ്റം. എന്തിനാണ് ഗേറ്റിംഗ് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്? അല്ലെങ്കിൽ വെറുതെ ഒരു ഷേപ്പ് എടുത്ത് വെച്ചാൽ അതിലേക്ക് നമുക്ക് മോൾട്ടൺ മെറ്റൽ കോരി ഒഴിച്ചാൽ മതിയില്ല. എന്തിനാണ് ഈ ഗേറ്റിംഗ് സിസ്റ്റം ആയിട്ട് തന്നെ ഉണ്ടാക്കിയത്? സ്മൂത്ത് ആൻഡ് കംപ്ലീറ്റ് മോൾഡ് ഫില്ലിങ്, മോൾഡിലേക്ക് പൂർണ്ണമായിട്ട് മോൾഡ് ഫില്ല് ചെയ്യാൻ വേണ്ടി, മിനിമൈസ് ഡിഫക്റ്റ്, ഈ ഡിഫക്റ്റുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി, ഇംപ്രൂവ് മെറ്റൽ ഫ്ലോ, കൺട്രോൾ ആൻഡ് കൂളിംഗ് ആൻഡ് സോൾഡിഫിക്കേഷൻ. മെറ്റൽ ഫ്ലോയും കൂളിങ്ങും സോൾഡിഫിക്കേഷനും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഗേറ്റിംഗ് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഗേറ്റിംഗ് സിസ്റ്റം എന്താണെന്നാണ് നോക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഗേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ആവശ്യമായിട്ടുള്ള രീതിയിൽ എഴുതുക. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഈ ഒരു ഡയഗ്രാം
നിങ്ങൾ എന്തായാലും പഠിച്ചു വയ്ക്കുക. ഇതായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫിഗർ വരയ്ക്കുക, അതിനുശേഷം ഈ രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഇത് സോളിഡിഫിക്കേഷൻ ടൈമായിട്ട് ഇതായിട്ട് തന്നെ റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ചെർനോവ്സ് റൂൾ. വാട്ട് ഈസ് ചെർനോവ്സ് റൂൾ ഓഫ് സോളിഡിഫിക്കേഷൻ? ചെർനോവ്സ് റൂൾ എന്താണ് ചോദിച്ചിരിക്കുന്നത്? സോളിഡിഫിക്കേഷൻ ടൈം ഉണ്ടല്ലോ, സോളിഡിഫിക്കേഷൻ ടൈം എന്താന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു റൂളാണെന്ത്? ചെർനോവ്സ് റൂൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോട്ടറിനായിട്ടുള്ള മെറ്റൽ നമ്മൾ ഒഴിച്ചു കൊടുത്ത് അതിന് എത്രത്തോളം സമയം കഴിഞ്ഞിട്ടാണ് ആ മെറ്റൽ നമുക്ക് എന്താ ഒരു സോളിഡ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നതെന്ന് നമുക്ക് കാണിച്ചു തരുന്ന റൂളാണ് ചെർനോവ്സ് റൂൾ. അപ്പോൾ ചെർനോവ്സ് റൂളിൻ്റെ ഇക്വേഷൻ ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. സോളിഡിഫിക്കേഷൻ ടൈം ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു വോളിയം ഓഫ് ദ എന്താ വോളിയം ഓഫ് ദ കാസ്റ്റഡ് പ്രൊഡക്റ്റ്. ഈ വോളിയം ഉദ്ദേശിക്കുന്ന കാസ്റ്റ് പ്രൊഡക്റ്റിൻ്റെ വോളിയം കേട്ടോ. കാസ്റ്റഡ് പ്രൊഡക്റ്റിൻ്റെ വോളിയം ഡിവൈഡ് ബൈ അതിൻ്റെ സർഫസ് ഏരിയ അതിൻ്റെ ഓൾ റൈസ് ടു n, വേർ C is a constant, the mold material and including latent and C is the temperature parameter n. ഇനി n എന്താ? n has a value between 1.5 to 2. എന്നും ഒരു നമ്പറാണ്. എന്നിൻ്റെ നോർമൽ ആയിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ സോളിഡിഫിക്കേഷൻ ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണിത്. സോളിഡിഫിക്കേഷൻ ടൈം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ ടു വോളിയം ഓഫ് ദ കാസ്റ്റഡ് പ്രൊഡക്റ്റ് ഡിവൈഡ് ബൈ സർഫസ് ഏരിയ ഓൾ റൈസ് ടു n. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻറ്റു എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഈ ഒരു ഇക്വേഷനാണ്, അല്ലെങ്കിൽ ഇതാണ് എന്ത് സോളിഡിഫിക്കേഷൻ ടൈം കാണാനുള്ളൊരു ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം എക്സാമിന്. അതുപോലെ നിൻ്റെ വേണമെങ്കിൽ പ്രോബ്ലം ആയിട്ടും നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രോബ്ലം ആയിട്ട് വന്നാൽ തന്നെ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ആ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ചെർനോവ്സ് റൂൾസ് എന്താണെന്ന് നമ്മൾ നോക്കി. അപ്പോൾ ഇത് റിലേറ്റ് ചെയ്തൊരു പ്രോബ്ലം വന്നാലും നിങ്ങൾ ഈ രീതിയിൽ തന്നെ ഈ ഇക്വേഷൻ വെച്ച് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് കടക്കാം. ഡിസ്ക്രൈബ് കോമൺ കാസ്റ്റിംഗ് ഡിഫക്ട്സ്. ഡിഫക്ട്സ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് നിങ്ങൾ ത്രൂ ഔട്ട് ഈ സബ്ജക്റ്റിൽ എല്ലാ എല്ലാ മാനുഫാക്ചറിങ് പ്രോസസ്സായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ പഠിച്ചിരിക്കണം. നമ്മൾ ഈ ഒരു 4 മൊഡ്യൂളിൽ കാസ്റ്റിംഗ്, വെൽഡിങ്, മെറ്റൽ ഫോമിങ്, ഫോർജിങ്, അങ്ങനെ പല മാനുഫാക്ചറിങ് പ്രോസസ്സ് പഠിക്കുന്നുണ്ട്. അതിലെല്ലാത്തിലും ഡിഫക്ട്സ് ഉണ്ടാവും. അപ്പം നിങ്ങൾ ആ ഡിഫക്ട്സ് എന്ന് പറഞ്ഞ ഏരിയ ഒന്ന് വൃത്തിയായിട്ട് പഠിക്കുക എല്ലാത്തിൻ്റെ. കാരണം ഉറപ്പായിട്ടും ഏതിൻ്റെങ്കിലും ഒരു ഡിഫക്ട്സ് നമ്മുടെ 4 മൊഡ്യൂളിലെ എല്ലാ പ്രോസസ്സിൻ്റെ ഏതിൻ്റെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഡിഫക്ട്സ് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഡിഫക്ട്സ് എല്ലാത്തിൻ്റെയും അതും ഒന്ന് പഠിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ കാസ്റ്റിങ്ങിൻ്റെ ഡിഫക്ട്സ് എന്താണോ ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത് അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഹോട്ട് ഇയർ എന്താ? അതുപോലെ തന്നെ ബ്ലോ, നെക്സ്റ്റ് ഡിഫക്റ്റ്, പിന്നെ സ്കാർ, പിന്നെ ബ്ലിസ്റ്റർ. ഹോട്ട് ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഹോട്ട് ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇതുപോലെ ഒരു ടിയർ വീഴുന്നതിനാണ് ഹോട്ട് ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഹോട്ട് ഇയർ ഇസ് ദ ക്രാക്ക് ഇൻ ദ കാസ്റ്റിംഗ് കോസ്ഡ് ബൈ ഹൈ റെസിഡ്യൂവൽ സ്ട്രെസ് ഡ്യൂ ടു ഹാർഡ് റാമിങ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ റെസിഡ്യൂവൽ സ്ട്രെസ് കാരണം ആ കാസ്റ്റഡ് പ്രൊഡക്റ്റിൽ ഉണ്ടാകുന്ന ക്രാക്ക്, ആ ഒരു ഡിഫക്റ്റിനാണ് ഹോട്ട് ഇയർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായിട്ടുള്ള ഡിഫക്റ്റാണ് ബ്ലോ. എന്താണ് ബ്ലോ? ബ്ലോ ഇസ് റിലേറ്റീവ്ലി ലാർജ് ക്യാവിറ്റി പ്രൊഡ്യൂസസ് ബൈ gases which displace molten metal from the convex surface. They are large spherical shaped gas bubbles due to excess moisture, less permeability. എന്ന് വെച്ച് കഴിഞ്ഞാൽ മോയ്സ്ചർ കണ്ടന്റ് കൂടുന്നത് കാരണം ആ ഒരു കാസ്റ്റഡ് പ്രൊഡക്റ്റിൽ ഉണ്ടാകുന്ന ഒരു ബബിളിനെയാണ് എന്ത് പറയുന്നത്? ബ്ലോ എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് എന്താ? സ്കാർ എന്താ? സ്കാർ ഈസ് എ ഷാളോ ബ്ലോ ജനറലി ഒക്കറിങ് ഓൺ ഫ്ലാറ്റ് സർഫസ്. നോർമലി ഒരു ഫ്ലാറ്റ് സർഫസിൽ ഉണ്ടാകുന്ന ഒരു ചെറിയൊരു ബ്ലോ, പൊങ്ങി നിൽക്കുന്ന ചെറിയൊരു ബ്ലോവിനെയാണ് എന്ത് പറയുന്നത്? സ്കാർ എന്ന് പറയുന്നത്. ഇനി ബ്ലിസ്റ്റർ എന്താ? എ സ്കാർ കവേർഡ് വിത്ത് എ തിൻ ലെയർ ഓഫ് മെറ്റൽ. ആ സ്കാറിൻ്റെ മുകളിൽ ഒരു തിൻ ലെയർ ഓഫ് മെറ്റലും കൂടെ വന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഡിഫക്റ്റിനെയാണ് എന്ത് പറയുന്നത്? ബ്ലിസ്റ്റർ എന്ന് പറയുന്നത്. ഇത് കണ്ടോ, നമ്മുടെ ഹോട്ട് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ക്രാക്ക്,
ഗ്ലോ, അതുപോലെ തന്നെ സ്കാർ. ഇനി സ്കാറിൻ്റെ മുകളിലൊരു മെറ്റലിൻ്റെ കൂടെ പീസ് വന്നു കഴിഞ്ഞാൽ അതിനെ ബ്ലിസ്റ്റർ എന്ന് പറയും. ഇനി നെക്സ്റ്റ് ഡിഫക്റ്റാണ് മിശ്ര. മിശ്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അൺഫിൽഡ് റീജിയൻ എക്സിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കണം. മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് കംപ്ലീറ്റ് ആയിട്ട് എല്ലായിടത്തായിട്ട് എത്തിച്ചേരാൻ പറ്റാത്ത ഒരു ഡിഫക്റ്റിനെയാണ് എന്ത് പറയുന്നത്, അല്ലെങ്കിൽ എത്തിച്ചേരാൻ പറ്റുന്ന ആ ഒരു സംഭവത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മിസ്റൺ എന്ന് പറയുന്നത്. മിസ്റൺ അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല, അതിനെയാണ് മിസ്റൺ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് കോൾഡ് ഷട്ട്. എന്താണ് കോൾഡ് ഷട്ട്? കോൾഡ് ഷട്ട് ഈസ് ആൻ ഇന്റർഫേസ് in a casting that lacks complete fusion because of the meeting of two streams of the liquid metal from different gates. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഏരിയയിൽ നിന്ന് വന്ന മെറ്റൽ എന്തെങ്കിലും കാരണങ്ങൾ കണ്ടോ, ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു, ഇത് ഞാൻ എലർജി ചെയ്ത് വരയ്ക്കാം, ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു, ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു, കണ്ടോ ഇത്ര റീജിയനിൽ അല്ലെങ്കിൽ ഈ ഒരു റീജിയനിൽ കണ്ടോ ഇവിടെ നമുക്ക് മെറ്റൽ ഫില്ല് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പല കാരണങ്ങളാലും രണ്ട് റീജിയനിൽ നിന്ന് വരുന്ന മെറ്റലിന് നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു കംപ്ലീറ്റ് ഫ്യൂഷൻ നടക്കില്ല. അങ്ങനെ വരുന്ന ഡിഫക്റ്റിനാണ് എന്ന് പറയുന്നത് കോൾഡ് ഷട്ട് എന്ന് പറയുന്നത്. ഇനി പൊറോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇൻഡിക്കേറ്റ്സ് എ ലാർജ് നമ്പർ ഓഫ് അൺയൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ടൈനി ഹോൾസ്. കണ്ടോ ഈ കാസ്റ്റ് ആൻഡ് പ്രൊഡക്ട്സിൻ്റെ മുകളിൽ കണ്ടോ വന്ന നമ്പർ ഓഫ് ടൈനി ഹോൾസിനെയാണ് എന്ത് പറയുന്നത്, പൊറോസിറ്റി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഡിഫക്റ്റ് എന്താ, പിൻ ഹോൾസ്. എന്താണ് പിൻ ഹോൾസ്? ആർ ടൈനി ബ്ലോ ഹോൾസ് appearing just below the casting surface due to high moisture content. ഹൈ മോയ്സ്ചർ കണ്ടന്റ് കാരണം കാസ്റ്റിംഗ് സർഫസിന് ജസ്റ്റ് താഴെ ഉണ്ടാവുന്ന പിൻ ഹോൾസിനെയാണ് എന്ത് പറയുന്നത്, ചെറിയ ഹോൾസിനെയാണ് എന്ത് പറയുന്നത്, പിൻ ഹോൾസ് എന്ന് പറയുന്നത്. ഇനി ഇൻക്ലൂഷൻ പറഞ്ഞാൽ നോൺ മെറ്റാലിക് ഫോറിൻ പാർട്ടിക്കിൾസ് ഇൻ ദ മെറ്റൽ ഓഫ് ദ കാസ്റ്റിംഗ്. ഇറ്റ് മേ ബി ഓക്സൈഡ്, സ്ലാഗ് ഓർ ഡേർട്ട്. ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാസ്റ്റിങ്ങിൻ്റെ പുറത്തോ അകത്തോ വരുന്ന മെറ്റൽ അല്ലാതെയുള്ള ഫോറിൻ പാർട്ടിക്കിൾസ് അതിലേക്ക് കടന്നു വരുന്നതിനാണ് എന്ത് പറയുന്നത്, ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ബ്ലിസ്റ്റർ പഠിച്ചു. ഈ പറഞ്ഞ പോലെ മെറ്റൽ പാർട്സ് ആണ് വരുന്നതെങ്കിൽ അതിനെ ബ്ലിസ്റ്റർ എന്ന് പറയും. ഇനി മെറ്റലല്ല നോൺ മെറ്റാലിക് പാർട്സ് ആയിട്ട് ഈ കാസ്റ്റിങ്ങിൽ ഉൾപ്പെട്ട് വരുവാണെങ്കിൽ ആ ഒരു ഡിഫക്റ്റിനാണ് എന്ത് പറയുന്നത്, ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ കാസ്റ്റിങ്ങിൻ്റെ ഡിഫക്ട്സുകളെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഫക്ട്സ്, കാസ്റ്റിംഗ് വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഫക്ട്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കാസ്റ്റിങ്ങിൻ്റെ ഡിഫക്ട്സ് എന്താണെന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ രീതിയിൽ തന്നെ ഓരോ ഡിഫക്ട്സ് എഴുതുക, അതിൻ്റെ ഓരോ ഫിഗറും വരയ്ക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്ക്രൈബ് എനി വൺ ഓഫ് സ്പെഷ്യൽ കാസ്റ്റിംഗ് പ്രോസസ്. അപ്പോൾ ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയിലേക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്, എനി വൺ ഓഫ് സ്പെഷ്യൽ കാസ്റ്റിംഗ് പ്രോസസ്സ്. ഏതെങ്കിലും ഒരു സ്പെഷ്യൽ കാസ്റ്റിംഗ് പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് ഏതായിട്ട് വേണമെങ്കിലും എടുക്കാം. ഇവിടെ ഹോട്ട് ചേമ്പർ എക്സാമ്പിളായിട്ട് ഒരെണ്ണം മതി, പക്ഷേ നമ്മളൊരു 3-4 എക്സാമ്പിളായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒന്നൊരു ഹോട്ട് ചേമ്പർ കാസ്റ്റിംഗ് ഉണ്ട്, പിന്നെ കോൾഡ് ചേമ്പർ കാസ്റ്റിംഗ് ഉണ്ട്, പിന്നെ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് ഉണ്ട്, ഷെൽ മോൾഡ് കാസ്റ്റിംഗ് ഉണ്ട്, പിന്നെ അത് ഇൻവെസ്റ്റിംഗ് കാസ്റ്റിംഗ് ഉണ്ട്. നമ്മുടെ കാസ്റ്റിങ്ങിൽ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാസ്റ്റിങ്ങുകളാണ് ഹോട്ട് ചേമ്പർ കാസ്റ്റിംഗ്, കോൾഡ് ചേമ്പർ കാസ്റ്റിംഗ്, സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ്, ഷെൽ മോൾഡ് കാസ്റ്റിംഗ്, ഇൻവെസ്റ്റ്മെൻറ്റ് കാസ്റ്റിംഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം കാസ്റ്റിങ്ങുകൾ, നിങ്ങൾ ഈ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ സെഷൻ നിങ്ങളുടെ മൊഡ്യൂൾ 1 ഒരു 75% ക്വസ്റ്റ്യൻസും ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയയാണ് കാസ്റ്റിംഗ്. ഈ കാസ്റ്റിങ്ങിൽ തന്നെ ചോദിക്കാൻ വീണ്ടും ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാസ്റ്റിംഗ്. ഹോട്ട് ചേമ്പർ ആവാം, കോൾഡ് ചേമ്പർ ആവാം, സെൻട്രിഫ്യൂഗൽ ആവാം, ഷെൽ മോൾഡിംഗ് ആവാം, ഇൻവെസ്റ്റ്മെൻറ്റ് കാസ്റ്റിംഗ് ആവാം. ഇതിലേത് കാസ്റ്റിംഗ് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. ഇപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു കാസ്റ്റിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഡിഫറെൻറ്റ് കാസ്റ്റിങ്ങുകൾ ഏത് വേണേലും എക്സാമിൽ നമുക്ക് ചോദിക്കാം. അപ്പം നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഓരോ കാസ്റ്റിങ് പഠിക്കുക, അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോ കാസ്റ്റിങ്ങിൻ്റെ ഫിഗേഴ്സും പഠിക്കുക. അപ്പോൾ നമുക്ക് ഓരോ കാസ്റ്റിംഗ് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഹോട്ട് ചേമ്പർ കാസ്റ്റിംഗ്. ഹോട്ട് ചേമ്പർ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫിഗർ ഇങ്ങനെയാണ്. നമുക്കൊരു ചേമ്പർ ഉണ്ടാവും, ആദ്യം ഒരു പോട്ട് ഉണ്ടാവും, അതിൻ്റെ മുകളിൽ ചേമ്പർ ഉണ്ടാവും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മുടെ മെറ്റൽ ഉണ്ടാവും. ഈ മെറ്റൽ നമ്മൾ അടിയിൽ നിന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കും. അതുവഴി എന്ത് സംഭവിക്കുന്നു, അതുവഴി ഈ കളർ കണ്ടോ, ഈ കളറിലുള്ള ഏരിയയിൽ മൊത്തം നമുക്ക് മെറ്റൽ മോൾട്ടനായിട്ട് കിട്ടും. അതിനുശേഷം ഇവിടെ ഒരു പ്ലഞ്ചർ ഉണ്ട്. ഈ പ്ലഞ്ചർ വെച്ചിട്ട് നമ്മളിതിനെ പുഷ് ചെയ്ത് കൊടുക്കുന്ന വഴി ഈ മെറ്റൽ
ഈ ഏരിയയിലേക്ക് കൂടെ വന്നിട്ട് ഈ ഒരു ഏരിയയിലാണ് ഗൂസ് നെക്ക് എന്ന് പറയുന്നത്. ഇത് നോസിൽ. ഇതിൽ നിന്ന് നമ്മുടെ ഡൈയിലേക്ക് വരും. ഡൈയിൽ ഒരു ഫിക്സഡ് ഹാഫും ഉണ്ടാവും. ഇത് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഹാഫ് ഒരു മൂവബിൾ ഹാഫും ഉണ്ടാവും. ഈ നടുക്കുള്ളതാണ് ക്യാവിറ്റി. നമ്മൾ ഈ പ്ലഞ്ചർ വെച്ച് പുഷ് ചെയ്യുന്ന വഴി ഈ മോൾട്ടൺ മെറ്റൽ കയറി ഈ ക്യാവിറ്റിയിലേക്ക് ഇങ്ങനെ ഈ ക്യാവിറ്റി ഫില്ലാവും. അതിനുശേഷം നമ്മൾ ഈ ഒരു മൂവബിൾ ഡൈ ഹാഫ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമുക്ക് ഈ പറഞ്ഞ ഈ ഒരു ഷേപ്പിലുള്ള കാസ്റ്റഡ് പ്രൊഡക്റ്റ് കിട്ടുന്നു. അപ്പോൾ ഹോട്ട് ചേമ്പർ കാസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു ചേമ്പർ ഉണ്ടാവും. അവിടെ തന്നെ നമ്മുടെ മെറ്റൽ പീസസ് വെച്ചിട്ട് അവിടെ തന്നെ നമ്മൾ ഹീറ്റ് ചെയ്ത് അവിടെ തന്നെ മെറ്റലിനെ ഉരുക്കുക. അല്ലെങ്കിൽ മോൾട്ടൺ മെറ്റൽ നമുക്ക് ആ ഒരു ചേമ്പറിൽ വെച്ച് തന്നെ കിട്ടും. അതിനുശേഷം നമ്മൾ പ്ലഞ്ചർ ഉപയോഗിച്ച് നമ്മളത് പുഷ് ചെയ്ത് നമുക്ക് വേണ്ട ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുന്നു. അതാണ് ഹോട്ട് ചേമ്പർ കാസ്റ്റിങ്ങിന്. കോൾഡ് ചേമ്പർ കാസ്റ്റിംഗ് ആണെങ്കിൽ നേരെ മറിച്ച് എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഒരു ചേമ്പർ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ വേറെ എവിടെ നിന്നെങ്കിലും ഈ മെറ്റലിനെ ഉരുക്കി എന്നിട്ട് അതിന് ശേഷം ആ മോൾട്ടൺ മെറ്റൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒഴിച്ചു കൊടുക്കും. അതിനുശേഷം പ്ലഞ്ചർ വെച്ച് പുഷ് ചെയ്ത് നമുക്ക് വേണ്ട ഷേപ്പിലേക്ക് മാറ്റും. അപ്പോൾ ഈ പറഞ്ഞ ഹോട്ട് ചേമ്പർ കാസ്റ്റിംഗ് എവിടെ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ മെൽറ്റിംഗ് പോയിൻറ്റ്സ് ഉള്ള സിങ്ക്, മഗ്നീഷ്യം, അതുപോലെ ലെഡ് അലോയ്സ്, അതിനെയൊക്കെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറഞ്ഞ ഹോട്ട് ചേമ്പർ കാസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹോട്ട് ചേമ്പർ കാസ്റ്റിങ്ങിൻ്റെ വർക്കിംഗ് ഇങ്ങനെയാണ്, ഫിഗർ ഇങ്ങനെയാണ്. സാധാരണയായിട്ട് ലോ മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ള മെറ്റൽസ് കാസ്റ്റ് ചെയ്യാനാണ് ഈ പറഞ്ഞ നമ്മുടെ ഹോട്ട് ചേമ്പർ കാസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. ഇനി നേരെ മറിച്ചാണെങ്കിൽ ഇതിപ്പോൾ ഹോട്ട് ചേമ്പർ കാസ്റ്റിങ്ങിന് നമ്മൾ പറഞ്ഞ വർക്കിംഗ് അഡ്വാൻറ്റേജ് കാര്യങ്ങളൊക്കെയാണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്ലാസ്സസിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കോൾഡ് ചേമ്പർ കാസ്റ്റിംഗ് ആകുമ്പോൾ എങ്ങനെയാണ് കണ്ടോ? ഇതിൽ നമ്മുടെ ലാഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു ഡിവൈസിനാണ് ലാഡിൽ എന്ന് പറയുന്നത്. നമ്മൾ പുറത്ത് എവിടെയെങ്കിലും മെറ്റൽ ചൂടാക്കി ഉരുക്കിയതിന് ശേഷം നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് പോർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? നമ്മളെ ഒരു റാം അല്ലെങ്കിൽ പ്ലഞ്ചർ യൂസ് ചെയ്ത് ഇതിനെ പുഷ് ചെയ്ത് നമുക്ക് വേണ്ട ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുന്നു. അങ്ങനെയുള്ള കാസ്റ്റിങ്ങിനെയാണ് കോൾഡ് ചേമ്പർ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഹോട്ട് ചേമ്പർ കാസ്റ്റിങ്ങിലാണെങ്കിൽ നമ്മൾ ചേമ്പറിൽ തന്നെ വെച്ചിട്ട് ഹീറ്റ് ചെയ്ത് മോൾട്ടൺ മെറ്റൽ ഉണ്ടാക്കി അതിനുശേഷം അവിടെ തന്നെ വെച്ച് കാസ്റ്റിംഗ് ചെയ്യുന്നു. കോൾഡ് ചേമ്പർ കാസ്റ്റിംഗ് ആണെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും വെച്ച് നമ്മൾ മെറ്റലിനെ ചൂടാക്കി മോൾട്ടൺ മെറ്റൽ ആക്കിയതിന് ശേഷം അതിവിടെ കൊണ്ടുവന്ന് ലാഡിൽ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം റാം വെച്ച് പുഷ് ചെയ്ത് നമുക്ക് വേണ്ട ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുകയാണ്. ആ ഒരു കാസ്റ്റിംഗ് ആണ് കോൾഡ് ചേമ്പർ കാസ്റ്റിംഗ്. കോൾഡ് ചേമ്പർ കാസ്റ്റിംഗ് നോർമലി ആയിട്ട് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റൽസ് ലൈക്ക് അലൂമിനിയം, ബ്രാസ് ആൻഡ് കോപ്പർ അലോയ്സ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റൽസിനെ നോർമലി കാസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഈ കോൾഡ് ചേമ്പർ കാസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ടൈപ്പാണ് സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ്. സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഹോളോ ഷേപ്പിൽ അല്ലെങ്കിൽ പൈപ്പ് ഷേപ്പിലൊക്കെ ഒരു കാസ്റ്റിംഗ് ലഭിക്കണമെങ്കിൽ കണ്ടോ, പൈപ്പ് ഷേപ്പിലേക്കുള്ള കാസ്റ്റിംഗ് ലഭിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാസ്റ്റിംഗ് ആണ് എന്ത്? സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ്. കണ്ടോ, ഒരു റൊട്ടേറ്റിംഗ് ആയിട്ടുള്ളൊരു മോൾഡ് ഉണ്ടാവും. അതിലേക്ക് നമ്മൾ നമ്മുടെ ഉരുകി മെറ്റൽ ഒഴിച്ചു കൊടുക്കുന്നു, മോൾട്ടർ മെറ്റൽ ഒഴിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഈ ഒരു മോൾഡ് റൊട്ടേറ്റ് ചെയ്യുന്നു. ഈ ഒരു മോൾഡ് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഈ ഒരു മോൾഡ് റൊട്ടേറ്റ് ചെയ്യുന്ന വഴി എന്ത് സംഭവിക്കുന്നു? കണ്ട, ഈ ഒരു ഷേപ്പിലേക്ക് ഇതിങ്ങനെ കറങ്ങുന്ന വഴി നടുക്ക് ഹോളോ ആയിരിക്കും. ഇങ്ങനെ കണ്ടോ, ഈ ഒരു ഷേപ്പിലേക്ക് നമുക്കൊരു ഫിനിഷ്ഡ് കാസ്റ്റഡ് പ്രൊഡക്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് ഈസ് എ മാനുഫാക്ചറിംഗ് പ്രോസസ് യൂസ് ടു പ്രൊഡ്യൂസ് ഹോളോ സിലിണ്ടറിക്കൽ പാർട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കാസ്റ്റിംഗ് ആണ് സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ്. ഇത് നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ കാസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു ഹോളോ സ്ട്രക്ചർ കിട്ടും. ഇതാണ് സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അഡ്വാൻറ്റേജ് ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കാസ്റ്റിംഗ് ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് കാസ്റ്റിംഗ്. ഇൻവെസ്റ്റ്മെൻറ്റ് കാസ്റ്റിംഗ് ഈസ് എ precision casting process used to produce complex high accuracy metal parts by creating mold from a wax pattern. ഒരു wax pattern ഉപയോഗിച്ചിട്ട് ഹൈ ആക്യുറസിയിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഒക്കെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കാസ്റ്റിംഗ് ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് കാസ്റ്റിംഗ്. നമ്മൾ നോർമലി ആയിട്ടുള്ള ജുവലറീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് കാസ്റ്റിംഗ് വെച്ചിട്ടാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് കാസ്റ്റിങ്ങിൽ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാക്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ആ ഷേപ്പ് പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം നമ്മളതൊരു
മെറ്റൽ പൗഡറിൽ ഡിപ്പ് ചെയ്യുന്നു, ഒരു സ്ലറിയിൽ ഡിപ്പ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുന്നു, ആ ഒരു വാക്സിൻ്റെ മുകളിൽ ആ ഒരു സ്ലറി മിക്സായിട്ട് നമുക്ക് ആ ഒരു ഡബിൾ 2 കോമ്പൗണ്ട്സ് ഉള്ളൊരു സ്ട്രക്ചർ കിട്ടുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു മിക്സ്ഡ് സ്ട്രക്ചർ നമ്മൾ ചൂടാക്കി കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇവിടെ ഹീറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ അകത്തുള്ള വാക്സ് ഉരുകി പോകും. പിന്നെ നമുക്കിങ്ങനെ ഹോളോ ആയിട്ടുള്ള ആ ഒരു ക്യാവിറ്റി കിട്ടുള്ളൂ. ആ ഹോളോ ക്യാവിറ്റി, ഇത്രയുള്ള ഹോളോ ക്യാവിറ്റിയാണ് നമുക്ക് അതിന് ശേഷം കിട്ടുള്ളൂ. ആ ഹോളോ ക്യാവിറ്റിയിലിട്ട് നമ്മൾ മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് വേണ്ട കാസ്റ്റഡ് പ്രൊഡക്റ്റ് കിട്ടും. അതിനുശേഷം ഇത് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വേണ്ട പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ കാസ്റ്റ് ചെയ്യുന്ന ആ ഒരു കാസ്റ്റിങ്ങിനാണ് എന്ത് പറയുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. വാക്സ് പാറ്റേൺ ഈസ് ഇൻവെസ്റ്റഡ് ഓർ കോട്ടഡ് വിത്ത് സെവറൽ ലെയേഴ്സ് ഓഫ് സിറാമിക് സ്ലറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്സ് പാറ്റേൺ ആദ്യം വരുന്നു, അതിൻ്റെ മുകളിലായിട്ട് നമ്മളെന്താ സിറാമിക് സ്ലറി വെച്ച് കോട്ട് ചെയ്യുന്നു. അപ്പോൾ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നടുക്കുള്ള ആ വാക്സ് ഉരുകി പോകുന്നു. അങ്ങനെ നമുക്ക് ആ സിറാമിക് സ്ലറിയുടെ ഒരു കോട്ടിംഗ് ഉള്ളൊരു ഹോളോ സ്ട്രക്ചർ കിട്ടുന്നു. അതിലേക്ക് നമ്മൾ മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ വാക്സ് പാറ്റേൺ ഇൻവെസ്റ്റ് ചെയ്തേക്കണ കാരണമാണ് ഇതിനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കാസ്റ്റിംഗ് എന്നൊരു പേര് കിട്ടുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഉള്ള കാസ്റ്റിങ്ങിനാണ് എന്താ ഇൻവെസ്റ്റ്മെൻറ്റ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജും ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ക്ലാസ്സസിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാസ്റ്റിംഗ് ആണ്. ഇതിൽ ഏത് കാസ്റ്റിംഗ് വേണമെങ്കിലും നമുക്ക് എക്സാമിന് ചോദിക്കാം. സെൻട്രിഫ്യൂഗൽ, ഡൈ, പെർമനൻറ്റ് മോൾഡ്, ഇൻവെസ്റ്റ്മെൻറ്റ്, സെറാമിക് മോൾഡ്, പ്ലാസ്റ്റർ മോൾഡ്, ഷെൽ മോൾഡ്, സാൻഡ്. ഇത് ത്രൂ ഔട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ ഒരു സെഷനിൽ സമയമില്ലാത്ത കാരണമാണ് ഞാൻ ഒരു ടേബിൾ ആയിട്ട് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഈ പറഞ്ഞ എല്ലാ കാസ്റ്റിങ്ങും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഫിഗേഴ്സും പഠിക്കുക. ഇനി നമ്മൾ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമ്മൾ ഓൾമോസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു, കവർ ചെയ്തു. ഇനി നെക്സ്റ്റ് രണ്ടാമതായിട്ട് ഈ മൊഡ്യൂൾ 1 വന്നൊരു സെഷനാണ് പൗഡർ മെറ്റലർജി. പൗഡർ മെറ്റലർജി എന്ന് പറഞ്ഞൊരു സെഷനാണ് വന്നത്. ഒരു 20-25% ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് സിൻഡറിങ് പ്രോസസ് ഇൻ പൗഡർ മെറ്റലർജി. പൗഡർ മെറ്റലർജിയിൽ ഡിഫറെൻറ്റ് പ്രോസസ് ഉണ്ട്. ഈ ഒരു ക്വസ്റ്റ്യന് മുമ്പായിട്ട് നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ആ ക്വസ്റ്റ്യനിൽ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ടാവും. എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ പ്രിൻസിപ്പൽ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ പൗഡർ മെറ്റലർജി പ്രോസസ്. പൗഡർ മെറ്റലർജിയിൽ ഓരോ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോ എന്തൊക്കെ പ്രോസസ്സ് ഉള്ളത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഉള്ള കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പൗഡർ മെറ്റലർജി എന്താണെന്ന് എഴുതുക, അതിനുശേഷം അതിൻ്റെ ഓരോരോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോസസ്സ് എന്താണെന്ന് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. പൗഡർ മെറ്റലർജി ഈസ് എ മെറ്റൽ ഫോമിംഗ് ടെക്നിക് വെയർ മെറ്റൽ പൗഡേഴ്സ് ആർ കോമ്പാക്റ്റഡ് ആൻഡ് സിൻഡേർഡ് ടു പ്രൊഡ്യൂസ് പാർട്ട് with precise dimension and properties. It's used widely in automotive, aerospace and medical field. എന്താ ഒന്നുമില്ല, നമ്മുടെ മെറ്റൽ ആദ്യം പൊടിച്ച് പൗഡറാക്കും. മെറ്റൽ ആദ്യം ഈ നമ്മുടെ മെറ്റലിൻ്റെ വലിയ വലിയ പീസാണെന്ന് വിചാരിക്കുക. അത് നമ്മൾ പൊടിച്ച് പൗഡേർഡ് ഫോമിലാക്കും. ഈ പൗഡേർഡ് ഫോമിലാക്കി മെറ്റൽ നമ്മളെന്താ കോമ്പാക്റ്റ് ചെയ്തും അതിനുശേഷം അത് ഹീറ്റ് ചെയ്തും ഒക്കെ നമുക്ക് വേണ്ട രീതിയിലേക്ക് ആക്കിയെടുക്കുന്നു, വേണ്ട ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുന്ന ആ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സിനാണ് പൗഡർ മെറ്റലർജി എന്ന് പറയുന്നത്. ആ പൗഡർ മെറ്റലർജിയിൽ നിങ്ങൾക്ക് എന്താ പൗഡർ മെറ്റലർജി എന്ന് ചോദിക്കാൻ ചാൻസ് കുറവാണ്. എങ്കിലും ഇതാണ് പൗഡർ മെറ്റലർജി. നിങ്ങൾക്ക് ഈ എക്സാമിന് ചോദിക്കാൻ ചാൻസ് പൗഡർ മെറ്റലർജിയിലെ പല പല പ്രോസസ്സുകൾ എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ മൊത്തം പൗഡർ മെറ്റലർജി പ്രോസസ്സ് എന്തൊക്കെയാണ് വരുന്നതെന്ന് ചോദിക്കാം. അതിൽ ഓരോരോ പ്രോസസ്സുകൾ എന്താണെന്ന് ചോദിക്കാം. ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പൗഡർ പ്രൊഡക്ഷൻ, പൗഡർ മെറ്റലർജിയിൽ ആദ്യമായിട്ട് വരുന്ന ഒരു പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൗഡർ പ്രൊഡക്ഷനാണ്. നമ്മുടെ മെറ്റൽ എടുക്കുന്നു, മെറ്റൽ പൊടിച്ച് നമ്മൾ പൗഡർ ആക്കുന്നു, അതിനാണ് പൗഡർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് ബ്ലെൻഡിങ് ഓർ മിക്സിങ്. ആ ഒരു പൗഡർ നമ്മൾ വേറെ എന്തെങ്കിലും അതിൻ്റെ ആ ഒരു മെറ്റീരിയൽ പ്രോപ്പർട്ടിക്ക് വേണ്ടി എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വേറെ പല മെറ്റൽസോ അല്ലെങ്കിൽ വേറെ അഡിക്റ്റീവ്സോ ആയിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നതിനാണ് ബ്ലെൻഡിങ് ഓർ മിക്സിങ് എന്ന് പറയുന്നത്. മൂന്നാമത് പൗഡർ കോമ്പാക്ഷൻ. കോമ്പാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടിച്ച് അല്ലെങ്കിൽ എന്താ ഫോഴ്സ് ചെയ്തിട്ട് വേണ്ട ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുകയാണ്. ആ ഈ പൗഡറിന് നമ്മളെന്താ ഫോഴ്സ് ചെയ്ത് നമുക്ക് വേണ്ട ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുക, അതിനാണ് പൗഡർ കോമ്പാക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ കോമ്പാക്റ്റ് ചെയ്ത്
എടുത്തിരിക്കുന്ന ആ ഒരു ഷേപ്പും നമുക്ക് എപ്പോഴാണെങ്കിലും നഷ്ടപ്പെടാം. കാരണം എക്സ്റ്റേണൽ ആയിട്ടൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് പോകാം. പക്ഷെ അത് പോകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രോസസ്സാണ് നെക്സ്റ്റ് സിൻഡറിങ്. അതാണ് നമ്മുടെ ഇതിനു മുമ്പത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത്, സിൻഡറിങ്. സിൻഡറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഷേപ്പിലാക്കി എടുത്തിരിക്കുന്ന ഈ ഒരു മെറ്റലുണ്ടല്ലോ, ഷേപ്പിലാക്കി എടുത്തിരിക്കുന്ന നമ്മൾ ചൂടാക്കുക, നല്ല രീതിയിൽ ഹീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മോളിക്യൂൾസ് തമ്മിലൊരു ബോണ്ട് വരും. ആ ഒരു പ്രോസസ്സിനാണ് സിൻഡറിങ് എന്ന് പറയുന്നത്. അതിനുശേഷം ഫിനിഷിങ് ഓപ്പറേഷൻ വേണമെങ്കിൽ ചെയ്താൽ മതി. നമുക്ക് നല്ലൊരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നൊരു ഓപ്പറേഷനാണ് ഫിനിഷ്ഡ് ഓപ്പറേഷൻ. അപ്പോൾ നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പൗഡർ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ പറഞ്ഞ പോലെ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ക്രിട്ടിക്കൽ സ്റ്റെപ്പ് ക്രഷിങ്, മില്ലിങ്, ഗ്രൈൻഡിങ്. ക്രഷിങ്ങോ മില്ലിങ്ങോ ഗ്രൈൻഡിങ്ങോ യൂസ് ചെയ്തിട്ട് ഈ പറഞ്ഞ മെറ്റലിനെ പൗഡറാക്കി എടുക്കുന്നു. അതിനാണ് പൗഡർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് ബ്ലെൻഡിങ് ആൻഡ് മിക്സിങ്. പൗഡർ ഹോമോജനിസ്ഡ് ടു എൻഷുർ യൂണിഫോമിറ്റി ആൻഡ് ഇംപ്രൂവ് കോമ്പാക്ടിങ് ആൻഡ് സിൻഡറിങ് ബിഹേവിയർ. പല ഗ്രൈൻഡഡ് പാർട്ടിക്കിൾസും അല്ലെങ്കിൽ ക്രഷ് ചെയ്ത പാർട്ടിക്കിൾസും പല ഷേപ്പായിരിക്കും. അതിനെല്ലാം യൂണിഫോം ഷേപ്പിലാക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് ബ്ലെൻഡിങ് അല്ലെങ്കിൽ മിക്സിങ്. ഇനി മൂന്നാമതാണ് കോമ്പാക്ഷൻ അല്ലെങ്കിൽ പ്രസ്സിങ്. മിക്സ്ഡ് പൗഡർ ഈസ് കംപ്രസ്ഡ് ഇൻ എ ഡൈ ടു ഗീവ് ഇറ്റ് ഷേപ്പ് ആൻഡ് ഗ്രീൻ സ്ട്രെങ്ത്. ഒരു ഡൈയിൽ വെച്ചിട്ട് കംപ്രസ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോഴ്സ് കൊടുത്ത് കംപ്രസ് ചെയ്ത് നമുക്ക് വേണ്ട ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുകയാണ്. അതിനെയാണ് എന്ത് പറയുന്നത്, കോമ്പാക്ഷൻ എന്ന് പറയുന്നത്. കോമ്പാക്ഷൻ ടെക്നിക്സ് ആണ് ഈ എഴുതിയിരിക്കുന്നത്. കോൾഡ് യൂണിയാക്സിയൽ പ്രസ്സിങ്, ഐസോസ്റ്റാറ്റിക് പ്രസ്സിങ്, ഇൻജെക്ഷൻ മോൾഡിങ്, ഹോട്ട് പ്രസ്സിങ്, ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോമ്പാക്ഷൻ പ്രോസസ്സ്. ഇനി നെക്സ്റ്റ് സിൻഡറിങ്. The green compact is heated in a controlled atmosphere furnace to a temperature below melting point. മെൽറ്റിംഗ് പോയിന്റിന് താഴെ വരുന്ന ടെമ്പറേച്ചറിലേക്ക് ഇതിനെ ഹീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു കോമ്പാക്ട് ചെയ്ത പ്രൊഡക്റ്റിന് നമ്മൾ മെൽറ്റിംഗ് പോയിന്റിന് താഴെ ടെമ്പറേച്ചർ വെച്ചിട്ട് ഹീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതുവഴി എന്ത് സംഭവിക്കുന്നു, അതുവഴി നമ്മുടെ മോളിക്കുലർ ബോണ്ടിങ് കുറച്ചും കൂടെ കൂടുക. അതുവഴി ആ ഒരു പ്രൊഡക്റ്റ് കുറച്ചും കൂടെ സ്ട്രോങ് ആവുകയും ചെയ്യുകയാണ്. ഓക്കെ, അതിനാണ് സിൻഡറിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെക്കൻഡറി അല്ലെങ്കിൽ ഫൈനൽ ഓപ്പറേഷൻ ആണ് എന്താ, വേണമെങ്കിൽ ചെയ്താൽ മതി. ടോളറൻസ്, സർഫസ് ഫിനിഷ്, സ്ട്രെങ്ത് ഒക്കെ കൂടാൻ വേണ്ടി നമ്മൾ പിന്നീട് ലാസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഓപ്പറേഷനാണെന്ന് പറയുന്നത് സെക്കൻഡറി ഓപ്പറേഷൻ അല്ലെങ്കിൽ ഫിനിഷിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത് മെയിൻ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് പൗഡർ മെറ്റലർജി. എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എക്സാമിന് പൗഡർ മെറ്റലർജി എന്താണെന്ന് ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. എങ്കിൽ പോലും പൗഡർ മെറ്റലർജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ രീതിയിൽ എഴുതുക. അതല്ലാതെ നിങ്ങളുടെ പൗഡർ മെറ്റലർജിയിൽ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന, നമ്മുടെ ഈ പൗഡർ മെറ്റലർജിയിൽ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന പല പ്രോസസ്സുകളും നമ്മളോട് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഏതെങ്കിലും ഒരു പൗഡർ മെറ്റലർജിയുടെ പ്രോസസ്സ് ചോദിച്ചാലും അത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുക, ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ ആൻസർ ചെയ്യുക. അപ്പോൾ ആ ഒരു രീതിയിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ലിസ്റ്റ് ആൻഡ് ഡിസ്ക്രൈബ് മേജർ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഓഫ് പൗഡർ മെറ്റലർജി. ഇപ്പോൾ പൗഡർ മെറ്റലർജിയുടെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്നൊരു ക്വസ്റ്റ്യനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമോട്ടീവ് കമ്പോണൻസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ, ടൂൾസ് ആൻഡ് കട്ടിങ് ടൂൾസും അതുപോലെ തന്നെ നോർമൽ ടൂൾസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട് പൗഡർ മെറ്റലർജി. പിന്നെ പോറസ് കമ്പോണൻസ്, ചെറിയ കമ്പോണൻസ് ഉണ്ടാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എയറോസ്പേസ് കമ്പോണൻസ് ഉണ്ടാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് ആപ്ലിക്കേഷൻ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. സ്ട്രക്ചറൽ മെക്കാനിക്കൽ പാർട്സും ഒക്കെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വൺസിൻ്റെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ മൊഡ്യൂളിലെ ഈ ഒരു സെഷൻ നമ്മൾ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ മൊഡ്യൂൾ അല്ലെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ ഒരു 75% ക്വസ്റ്റ്യൻസും നമുക്ക് കാസ്റ്റിങ്ങിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. ഒരു 25% ക്വസ്റ്റ്യൻ നമുക്ക് പൗഡർ മെറ്റലർജി എന്ന് പറഞ്ഞ പോർഷനിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ 3 മാർക്കായിട്ടും 9 മാർക്സ് ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഫിഗേഴ്സൊക്കെ വരച്ച് പഠിക്കുക. ഇപ്പോൾ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നോക്കുക. ബാക്കി ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം. ഓക്കെ, താങ്ക് യു.